എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. കുറച്ച് കാലം മുന്നേ നടന്ന ഒരു സംഭവത്തിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് കാലം മുന്നേ ഒരു നല്ല പ്രശസ്തമായ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ഒരു സ്ഥാപനമായിരുന്നു. ആ സ്ഥാപനം ഒട്ടേറെ നല്ല രീതിയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സ്ഥാപനത്തിൽ ആ ഡോക്ടറുടെ കഷ്ടകാലത്തിനോ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കഷ്ടകാലത്തിനോ ഒരു ദിവസം ഒരാൾ വന്നു അയാൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഏകദേശം 50ൻ്റെ മുകളിൽ വയസ്സുണ്ട്. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അദ്ദേഹത്തിന് ട്രാൻസ്പ്ലാന്റേഷൻ ഫിക്സ് ചെയ്തു. അപ്പോൾ പുള്ളി ഡയബറ്റിക് ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഫിക്സ് ചെയ്ത ദിവസം ഡയബറ്റിക് ആയതുകൊണ്ട് പോസ്റ്റ്പോൺ ചെയ്തു. സെക്കൻഡ് ഡേ ഇൻസുലിൻ വെച്ചിട്ട് കുറച്ചിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ കഴിഞ്ഞു. സ്കാബിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്ത് ഉണ്ടായ മുറിവുകൾ ഈ പൊറ്റൻ വന്ന് ഉണങ്ങിപ്പോകുന്നതിനാണ് സ്കാബിങ് എന്ന് പറയാം. ആ സ്കാബിങ് ചെയ്യുന്ന ആ സമയം ആയിട്ടും ഈ വ്യക്തിക്ക് മുറി ഉണങ്ങണില്ല. മുറി ഉണങ്ങുന്നേ ഇല്ല. മുറി ഉണങ്ങാതെ ആയപ്പോൾ ഡയബറ്റിക് ആയതുകൊണ്ടാണ് അവർ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തോ കാരണവശാൽ ഡയബറ്റിക് ആയതുകൊണ്ട് ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവായതുകൊണ്ടും ഇദ്ദേഹത്തിന് മുറി ഉണങ്ങുന്നില്ല. അങ്ങനെ കഷ്ടകാലത്തിന് ഈ മുറിയിൽ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ കയറി. ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഇതിലോട്ട് കയറിയപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് കയറിക്കഴിഞ്ഞാൽ മെല്ലെ പുറത്തുനിന്ന് ഇത് നേരെ നമ്മുടെ കവേർണസ് സൈനസ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അതായത് കവേർണസ് വെയിൻ എന്ന് പറയും. ഈ കവേർണസ് വെയിന് നമ്മുടെ സ്കള്ളിൻ്റെ ബേസിൽ കിടക്കുന്ന വലിയൊരു വെയിനാണ്. ഈ വെയിനിലോട്ട് ഇത് കണക്ട് ചെയ്യും. കണക്ഷൻ വന്നു. ഈ കണക്ഷൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതൊരു വാൽവ് ഇല്ലാത്ത ഒരു വീനസ് ഫ്ലോ ആണ്. വാൽവുലാർ അല്ലാത്തതുകൊണ്ട് അതിന് റെട്രോഗ്രേഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന, അതായത് നമ്മളിപ്പോൾ ബ്ലഡ് ഇങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കും. ഇങ്ങനെ ക്ലോക്ക് വൈസ് തന്നെ പോകണുള്ളൂ. നമുക്കിപ്പോൾ ബ്ലഡ് ഇതേപോലെ ഇങ്ങനെ ഒരേ ലെവലിൽ പോയി ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക. ഒരിക്കലും ബ്ലഡ് ഇങ്ങനെ പോയിട്ട് റിട്ടേൺ പോകണില്ല എന്ന് വിചാരിക്കുക. പക്ഷേ വീനസിൽ വാൽവ് ഇല്ലാത്തതുകൊണ്ട് ഈ കയറിയ ബാക്ടീരിയ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് പോകേണ്ടതല്ല. കാരണം കവേർണസ് സൈനസിന് നേരെ ഈ മുറിവുള്ളോടത്തേക്കാണ് ബ്ലഡ് പോകുന്നത്. കാരണം ആ ബേസ് ഓഫ് ദ സ്കള്ളിൽ നിന്ന് നേരെ മുകളിലോട്ടാണ് പോകുന്നത്. പക്ഷേ റെട്രോഗ്രേഡ് ട്രാൻസ്മിഷൻ അവിടെ പോസിബിളാണ്. കാരണം എന്താ വെച്ചാൽ വാൽവ് ഇല്ലാത്തതുകൊണ്ട് ഈ ബാക്ടീരിയ നേരെ കവേർണസ് സൈനസിൻ്റെ ആ കവേർണസ് വെയിനിൻ്റെ ഉള്ളിലോട്ട് കയറും. അങ്ങനെ അവിടെ ത്രോംബസ് ഫോം ചെയ്യും. ത്രോംബസ് എന്ന് പറയുന്നത് എന്താ? ത്രോംബോസിസ് എന്ന് പറയുന്നത് ഒരു കട്ട, ക്ലോട്ട്. ഈ ക്ലോട്ട് ഫോം ചെയ്യും. വീണ്ടും മനസ്സിലാക്കുക, റെട്രോഗ്രേഡ് ട്രാൻസ്മിഷൻ പോസിബിളാണ്. അതുകൊണ്ട് ഈ കട്ടയ്ക്ക് വേണമെങ്കിൽ അത് എവിടെ വേണമെങ്കിൽ പോവാം. അങ്ങനെ വലിയൊരു വാൽവാണ് ഈ കവേർണസ് സൈനസ് എന്ന് പറയുന്നത്. കവേർണസ് വാൽവ് അത് അങ്ങ് ബ്ലോക്ക് ആവും. അത് ബ്ലോക്ക് ആകുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ വേറെ കുറേ വെയിൻസിനും നെർവ്സിനും കിട്ടേണ്ട ഓക്സിജനും ബ്ലഡും കിട്ടാതെയാവും. അതിൽ ഏറ്റവും പ്രശ്നം വരുന്നത് ക്രേനിയൽ നെർവ്സിനാണ്. ക്രേനിയൽ നെർവ്സിൽ എസ്പെഷ്യലി നമ്മളെ ക്രേനിയൽ നെർവ്സ് ദാറ്റ് ആർ സപ്ലൈയിങ് ടു ഐ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒപ്റ്റിക് നെർവിലോട്ടുള്ള രക്തയോട്ടം കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി. കുറച്ച് നേരം അത് നിന്നാൽ തന്നെ ഇറിവേഴ്സിബിൾ ഡാമേജ് ഉണ്ടാവുക. കംപ്ലീറ്റ്ലി അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്റ്റിക് നെർവിൻ്റെ ഫങ്ഷൻ മൊത്തത്തിൽ അങ്ങ് പോയി. മറ്റേത് കുഴപ്പമില്ല. അങ്ങനെ ഒപ്റ്റിക് നെർവ് രണ്ടാണ് കംപ്ലീറ്റ്ലി ഇറിവേഴ്സിബിളായിട്ട് ഡാമേജ് ആയി. ലോസ് ഓഫ് വിഷനും വന്നു. അവിടെ കണ്ണ് കാണാതെയായി. അങ്ങനെ ആൻറ്റിബയോട്ടിക് കൊടുത്തു, ICUവിലാക്കി. അങ്ങനെ ട്രീറ്റ് ചെയ്ത് കവേർണസ് സൈനസിൻ്റെ ഇതൊക്കെ ഇഞ്ചക്ഷൻസൊക്കെ കൊടുത്ത് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഫോമിലൊക്കെ കൊടുത്തിട്ടാണ് ആളെ റെഡിയാക്കി കൊണ്ടുവന്നത്. അവസാനം ആള് പ്രശ്നമാക്കും, എല്ലാവരും അറിയും എന്ന് ഈ ക്ലിനിക്കുകാർക്ക് അറിയായിരുന്നു. അവരതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ നൈസായിട്ട് അത് ഒതുക്കി തീർത്തു. അതായത് ഈ പേഷ്യൻറ്റിനോട് പറഞ്ഞു, കവേർണസ് സൈനസ് ഇൻഫെക്ഷൻ വന്നു, അതിപ്പോൾ നിങ്ങളും അയാളെ കഷ്ടകാലത്തിന് വന്നു, പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളൊരു 3 കോടി രൂപ തരാം, അതുകൊണ്ട് നിങ്ങളത് ആരോടും പറയരുതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് ഓക്കെ ആയിരുന്നു. പേഷ്യൻ്റ് വിചാരിച്ചെന്താ, ഒരു കണ്ണ് അല്ലേ പോയിട്ടുള്ളൂ, മറ്റേ കണ്ണുണ്ടല്ലോ, 3 കോടി രൂപ വെറുതെ പണിയെടുക്കാതെ കിട്ടുകയും ചെയ്തു, പിന്നെന്താ പ്രശ്നം എന്ന് പറഞ്ഞ് അയാൾ മിണ്ടാണ്ടിരുന്നു. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. എല്ലാ ക്ലിനിക്കും എല്ലാ ഡോക്ടേഴ്സും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കേസാണിത്. കാരണം ഡയബറ്റിക് ആയ പേഷ്യൻസിന് ചെയ്യുമ്പോൾ എസ്പെഷ്യലി കെയർഫുൾ ആവുക. നമുക്ക് ചെറിയ ജലദോഷം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് അവിടുന്ന് സ്നീസ് ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഡയബറ്റിക് പേഷ്യൻസ്
വെരി വെരി കെയർഫുള്ളി എല്ലാ ഡോക്ടേഴ്സും കെയർ ചെയ്യേണ്ടതാണ് ഈ ഒരു ഫീൽഡിലുള്ള കാര്യം ചെയ്യുമ്പോൾ. ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിലും PRP ആണെങ്കിലും നമ്മൾ SCT ചെയ്യുകയാണെങ്കിലും എല്ലാവരും കെയർ ചെയ്യേണ്ട ഒരു കേസാണ്. അപ്പോൾ ഇത് വലിയൊരു സ്ഥാപനത്തിലാണ് നടന്നത്. അവർക്ക് സ്പോട്ടിൽ 3 കോടിയൊക്കെ കൊടുത്ത് ഒരു എന്താ പറയുക പോക്കറ്റ് മണി കൊടുക്കുന്ന കാര്യം കൊടുത്ത് ഒഴിവാക്കി വിട്ടു. അവർ അതേപോലെ വളർന്ന് പന്തലിച്ചു. പക്ഷേ ഇത് എല്ലാ സ്ഥാപനം ഇത് ചെറിയൊരു സ്ഥാപനത്തിലാണ് നടന്നതെങ്കിൽ ആ സ്ഥാപനം മാത്രമല്ല ആൾ തൂങ്ങിച്ചത്ത് പോകേണ്ടി വന്നേനെ. കാരണം ഇതൊക്കെ എപ്പോഴാണ് നടക്കുകയെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു പ്രോബ്ലം. നമുക്ക് എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ്, അതാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത്. എന്ന് വെച്ചിട്ട് ഇഷ്ടം പോലെ ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് ഓരോരോ സ്ഥലത്ത്. അതൊക്കെ 99% സക്സസ് ആണ്. പക്ഷേ ചില കേസുകളിൽ ഡോക്ടർ ഇററായിരിക്കും, ചിലപ്പോൾ മെഷീൻസിൻ്റെ സ്റ്റെറിലൈസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ആളെ ഫോൾട്ട് ആയിരിക്കും. ആൾ ചിലപ്പോൾ പറഞ്ഞ പോലെ ഒന്നും കെയർ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ ഡിസീസസ് അല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. ഇതൊക്കെ അല്ലെങ്കിലും ചിലപ്പോൾ കഷ്ടകാലം എന്ന് പറയണത് KSRTC പിടിച്ചു വേണമെങ്കിൽ വരും. നമുക്ക് ഗതികെട്ടൊരു ടൈം ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഗതികേടിലോട്ടാവും പോവുക. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. പേഷ്യൻസ് ശ്രദ്ധിച്ച് കറക്റ്റ് ഡോക്ടർ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും നോക്കിയിട്ട് മാത്രം ഡോക്ടറെ അടുത്ത് പോവുക. അല്ലാതെ ഡോക്ടർ വണ്ടി കണ്ടിട്ടോ, ഡോക്ടർ സൗന്ദര്യം കണ്ടിട്ടോ, ഡോക്ടർ വർത്താനം കണ്ടിട്ടോ, ഡോക്ടർ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടോ, ഡോക്ടർ ഫോളോവേഴ്സിനെ കണ്ടിട്ടോ മാത്രമല്ല പോകേണ്ടത്. അത് ഞാൻ വീണ്ടും പറയണു, ഡോക്ടർ വണ്ടി കണ്ടിട്ടല്ല പോകേണ്ടത്. കുറേ പേഷ്യൻസിനുള്ളൊരു മിസ്റ്റേക്കാണ് വലിയ വണ്ടിയിൽ വരുന്ന ഡോക്ടേഴ്സ് ആർ വെരി സക്സസ്ഫുൾ, അല്ലെങ്കിൽ വെരി കൈപ്പുണ്യമുള്ള ഡോക്ടേഴ്സാണ്. മണ്ടത്തരാണ്. ഇപ്പോഴത്തെ കാലത്ത് വലിയ വണ്ടി എന്ന് പറയുന്നത് ഏതൊരുത്തനും എടുക്കാവുന്നതാണ്. വലിയ വണ്ടിയൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഒരു വലിയ കാര്യമല്ല. 100% ലോണിന് വരെ വണ്ടി കിട്ടും. പിന്നെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ഒരു മൈൻഡുള്ളൊരു ഡോക്ടറാണെങ്കിൽ മെഡിക്കൽ റെപ്പുകൾ നിങ്ങൾ പറയണ കാറ് ഒരു വാങ്ങി മുറ്റത്ത് കൊണ്ടിടും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനത്തെ സ്കീമിലൊന്നും ഒരാളെ കാണരുത്. ഒരിക്കലും ഒരു വണ്ടി വെച്ചിട്ട് അളക്കരുത്, വീട് വെച്ചിട്ട് അളക്കരുത്, അയാളെ സ്വഭാവം വെച്ചിട്ട് അളക്കരുത്, ആളെ സംസാര രീതിയല്ല, ഇതൊന്നും വെച്ചിട്ടല്ല അളക്കരുത്. ആള് പ്രൊഫഷണലി കൈപ്പുണ്യം ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതായത് അയാൾ നമ്മുടെ അസുഖം മാറ്റാൻ കഴിവുള്ള ആളാണോ എന്ന് മാത്രം നോക്കുക. അതല്ലാതെ അയാളെ ചാമ് കണ്ടിട്ടോ, അല്ലെങ്കിൽ അയാളെ വർത്താനം കണ്ടിട്ടോ, ഡ്രസ്സിങ് കണ്ടിട്ടോ, അയാളെ ഓരോ സ്റ്റെപ്പും ഡാൻസ് ചെയ്യലും, സിസ്റ്റർമാരൊക്കെ ഒപ്പം ഡാൻസ് കളിക്കുന്നതും എല്ലാം ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ദാറ്റ് ആൻഡ് ഓൾവേസ് അഭിനയമാണ്. കുറേ ആളുകൾ അഭിനയിക്കും. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. കാറ് കണ്ടിട്ടും ആളെ സൗന്ദര്യം കണ്ടിട്ടും ഡോക്ടർ ഓക്കെ ആണെന്ന് വിചാരിക്കരുത്. താങ്ക് യു. ബൈ.